സ്ഥാനാർത്ഥി നിർണയത്തിൽ ബീഹാറിലെ കോൺഗ്രസിനുള്ളിൽ കലാപം പുകയുന്നു. പട്നയിൽ കോൺഗ്രസ് ആസ്ഥാനത്തിന് മുന്നിൽ പ്രവർത്തകർ പ്രതിഷേധിച്ചു. പണം വാങ്ങി സീറ്റ് നൽകിയ AICC ഇൻചാർജ് കൃഷ്ണ അല്ലവാരു ഉൾപ്പെടെയുള്ളവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്ന് ഒരു വിഭാഗം നേതാക്കൾ ആവശ്യപ്പെട്ടു. ടിക്കറ്റ് ചോർ ബിഹാർ ചോഡ് എന്ന മുദ്രാവാക്യവും പ്ലക്കാർഡുകളും ഉയർത്തിയായിരുന്നു കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം. ബീഹാറിൽ പ്രചാരണം ശക്തമാകുമ്പോൾ തമ്മിലടിച്ചുകൊണ്ട് ഇന്ത്യ മുന്നണി തകരുന്നു എന്നത് മാത്രമല്ല, കോൺഗ്രസിനുള്ളിൽ തന്നെ കലാപം പുകയുകയാണ്. പ്രവർത്തകർ ഇന്ന് പട്നയിൽ കോൺഗ്രസ് ആസ്ഥാനത്ത് വലിയ പ്രതിഷേധം നടത്തി. അതായത് പണം വാങ്ങി പല മണ്ഡലങ്ങളിലും സീറ്റ് നൽകി എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് കോൺഗ്രസിൻ്റെ ഒരു വിഭാഗം മുതിർന്ന നേതാക്കൾ ഉന്നയിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധമാണ് ഇന്നിപ്പോൾ പട്നയിൽ കോൺഗ്രസ് ആസ്ഥാനത്ത് നടന്നിട്ടുള്ളത്. AICC ഇൻചാർജായിട്ടുള്ള കൃഷ്ണ അല്ലവാരു ഉൾപ്പെടെ പണം വാങ്ങി സീറ്റ് നൽകിയിട്ടുള്ള നേതാക്കളെ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ആ പ്രതിഷേധം. അതായത് ടിക്കറ്റ് ചോർ ബിഹാർ ചോഡ് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടും ഈ മുദ്രാവാക്യം എഴുതിയ പ്ലക്കാർഡുകൾ ഉയർത്തിക്കൊണ്ടുമായിരുന്നു പട്നയിൽ കോൺഗ്രസ് ആസ്ഥാനത്തിന് മുൻപിൽ കോൺഗ്രസിൻ്റെ തന്നെ പ്രവർത്തകർ ഇത്തരത്തിൽ പ്രതിഷേധവുമായി എത്തിയത്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ, വോട്ടെടുപ്പ് അടുക്കുന്ന ഘട്ടത്തിൽ കോൺഗ്രസിന് എത്രത്തോളം മുൻപോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതൊരു വലിയ ചോദ്യമാണ്. ഒപ്പം RJD ഇന്നിപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തേജസ്വി യാദവിനെ പ്രഖ്യാപിക്കുമ്പോൾ ആ പോസ്റ്ററുകളിൽ പോലും RJD കോൺഗ്രസിനെ ഉൾപ്പെടുത്തിയിട്ടില്ല. മഹാഗഡ്ബന്ധൻ ഇന്ത്യ മുന്നണി എന്നെല്ലാം തന്നെ വിശേഷിപ്പിക്കുമ്പോഴും RJD ഒറ്റയ്ക്ക് 143 മണ്ഡലങ്ങളിൽ മത്സരിക്കുമ്പോൾ ഒറ്റയ്ക്ക് എത്രത്തോളം മുൻപോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് RJD നോക്കുന്നത്. കാരണം കോൺഗ്രസിനെ കൂട്ടുപിടിക്കുന്നത് ഉള്ള മണ്ഡലങ്ങളിൽ പോലും തോൽവിയിലേക്ക് നയിക്കുമെന്ന വ്യക്തമായ ധാരണയാണ് RJDക്കുള്ളത്. ഇക്കാര്യം RJDയുടെ മുതിർന്ന നേതാക്കൾ തന്നെ മുന്നണി യോഗത്തിൽ പരസ്യമായി വിമർശനം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. മറുവശത്ത് NDAയുടെ ശക്തമായിട്ടുള്ള പ്രചാരണം മുൻപോട്ട് പോകുന്നു. NDA ക്യാമ്പിന് ആത്മവിശ്വാസം പകർന്നുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ബീഹാറിലെത്തുന്നുണ്ട്. 2 തെരഞ്ഞെടുപ്പ് റാലികളിലാണ് അദ്ദേഹം പങ്കെടുക്കുന്നത്. കൂടാതെ BJPയുടെ താരപ്രചാരകരും പ്രചാരണ പരിപാടികൾ ആരംഭിച്ചു. മുഖ്യമന്ത്രി നിതീഷ് കുമാർ കഴിഞ്ഞ ദിവസം മുസഫറ നഗറിൽ നിന്ന് തെരഞ്ഞെടുപ്പ് റാലി ആരംഭിച്ചിരുന്നു. അത്തരത്തിൽ പ്രചാരണം ചൂടുപിടിക്കുമ്പോഴാണ് കോൺഗ്രസിൽ പാർട്ടിക്കുള്ളിലെ കലാപം പുകയുന്നു. സീറ്റ് പണം വാങ്ങി വിൽപ്പന നടത്തിയെന്ന ആരോപണം കോൺഗ്രസിൻ്റെ തന്നെ പ്രവർത്തകരും ഒരു വിഭാഗം നേതാക്കളുമാണ് ഉയർത്തുന്നത്. ഇതേ തുടർന്ന് വലിയ പ്രതിഷേധം ഇന്ന് പട്നയിൽ കോൺഗ്രസ് ഓഫീസിന് മുൻപിൽ നടക്കുകയും ചെയ്തു.